ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങളിൽ ഒന്നാണ് പ്രമേഹം. കുടുംബത്തിൽ ഒരാൾക്ക് പ്രമേഹം എന്ന കണക്കിൽ അതിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് നിരന്തരമായി അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കേണ്ടതായി വരുന്നു. സാധാരണയായി രക്തപരിശോധന ലാബുകളിലാണ് ഗ്ലൂക്കോസ് നില പരിശോധിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ലാബുകളിൽ എത്തിപ്പെടാൻ സാധിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസുകൾ ഉപയോഗത്തിലെത്തുന്നത്. ഈ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഷെമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രമേഹ രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസുകൾ. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്രമേഹം എന്ന അസുഖത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില വസ്തുതകൾ പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെയും മറ്റുമാണ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്ത് എത്തിപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഈ ഗ്ലൂക്കോസുകൾ രക്തത്തിൽ കൂടുന്ന അവസ്ഥയെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ കലകളിലെ ഊർജ്ജ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ പുറപ്പെടുവിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരം ഇൻസുലിൻ ആവശ്യത്തിന് പുറപ്പെടുവിപ്പിക്കാതെ വരികയോ അല്ലെങ്കിൽ ഇൻസുലിൻ ശരിയാവണ്ണം ഉപയോഗിക്കാതെ വരികയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് നടക്കാതെ വരുന്നു. അതിൻ്റെ തൽഫലമായി രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇത് വ്യക്തികളെ പ്രമേഹത്തിലോട്ട് നയിക്കുന്നു. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്: ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മുടെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസ് കോശങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ടൈപ്പ് 1 ഡയബറ്റീസിന് കാരണം. ഏതു പ്രായത്തിലും പ്രത്യക്ഷപ്പെടാമെങ്കിലും പ്രധാനമായും കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലായി കണ്ടുവരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ബോഡി നിർമ്മിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇൻസുലിൻ ലഭ്യമാകാതെ വരികയും അല്ലെങ്കിൽ അത് ശരിയാവണ്ണം ഉപയോഗിക്കാതെ വരികയും ചെയ്യുന്നു. തൽഫലമായി ഡയബറ്റീസ് രൂപപ്പെടുന്നു. ഇങ്ങനെയുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് പ്രധാനമായും പ്രായമായവരിലും മധ്യവയസ്കരിലുമാണ് കണ്ടുവരുന്നത്. ഗർഭകാല പ്രമേഹത്തെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹം ഉണ്ടാകുന്നു. പക്ഷേ മിക്കവാറും കുഞ്ഞു ജനിച്ചതിന് ശേഷം ഈ പ്രമേഹം ഇല്ലാതാവുന്നതാണ്. ഈ പ്രമേഹമാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ പ്രമേഹം വരുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ദന്തരോഗങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം മൂലം ഉണ്ടാകുന്നു. പ്രമേഹത്തെ സംബന്ധിച്ച വിശദമായ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഗ്ലൂക്കോമീറ്ററിന്റെ പ്രവർത്തനം നോക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ പോർട്ടബിൾ ഡിവൈസ് ആണ് ബ്ലഡ് ഗ്ലൂക്കോമീറ്ററുകൾ. ഇത് നമുക്ക് വളരെ എളുപ്പം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നിമിഷങ്ങൾക്കകം നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ ഇതുപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇത് സാധാരണയായി ഇങ്ങനെ ഒരു കിറ്റായിട്ടാണ് ലഭ്യമാകുന്നത്. അതിലൊരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും, ലാൻസിംഗ് ഡിവൈസ് ഉണ്ടാവും, പിന്നെ ലാൻസ്ലെറ്റ് സ്ട്രിപ്പ് ബോട്ടിൽ ഉണ്ടാവും. ഇതാണ് മീറ്റർ, ഇതാണ് ലാൻസിംഗ് ഡിവൈസ്, ഇതാണ് ലാൻസ്ലെറ്റ് സ്ട്രിപ്പ് ബോട്ടിൽ. ഈ ബോട്ടിലിനുള്ളിലാണ് ലാൻസ്ലെറ്റ് സ്ട്രിപ്പ് ഉള്ളത്. ഈ കാണുന്നതാണ് ലാൻസ്ലെറ്റ് സ്ട്രിപ്സ്. ഇതാണ് നമ്മൾ മീറ്ററിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. പരിശോധിക്കുന്നതിന് മുമ്പായി കൈ നന്നായി കഴുകി വൃത്തിയാക്കുക. ലാൻസിംഗ് ഡിവൈസ് ഊരിയതിനു ശേഷം അതിൽ
ലാൻസ്ലെറ്റ് ഇൻസേർട്ട് ചെയ്യുക. ലാൻസ്ലെറ്റ് നീഡിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഡെപ്ത് ആണ് വേണ്ടത് അതിനനുസരിച്ച് നീഡിലിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ലാൻസിങ് ഡിവൈസ് കാഞ്ചി വലിക്കുന്നത് പോലെ പുള്ളി ചെയ്യുക. ഒരു ക്ലിക്ക് കേൾക്കാൻ സാധിക്കും. ശേഷം സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുക. സ്ട്രിപ്പിൻ്റെ ലെങ്ത് കൂടിയ ഭാഗമാണ് നമ്മൾ മീറ്ററിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് രക്തം എടുക്കാവുന്നതാണ്. ലാൻസ്ലെറ്റ് ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക. അത് ഈ പറഞ്ഞ സ്ട്രിപ്പിൻ്റെ അറ്റത്തായിട്ട് പ്ലേസ് ചെയ്യുക. ശേഷം മീറ്ററിൽ റീഡിങ് കാണിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.